നമസ്കാരം. പുരാവസ്തു ഗവേഷണ ഫലങ്ങൾ എന്നത് വിദൂര കാലഘട്ടങ്ങളെ ആവഹിച്ചു വെച്ചിരിക്കുന്ന തിരുശേഷിപ്പുകളാണ്. ഇങ്ങനെ കണ്ടെടുക്കുന്ന പുരാവസ്തുക്കൾ അവ ഉപയോഗിച്ച അല്ലെങ്കിൽ നിർമ്മിച്ച കാലം, അന്നത്തെ മനുഷ്യരുടെ ബുദ്ധി, ജീവിത രീതി, കഴിവുകൾ തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളുന്ന അവശേഷിപ്പുകളാണ്. അതിനാൽ തന്നെ അവ ഏറെ കൗതുകമുണർത്തുന്നവയുമാണ്. എന്നാൽ കാലം എത്ര കഴിഞ്ഞാലും ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന നിഗൂഢ പുരാവസ്തുക്കളും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലൊന്നാണ് പുരാതന ഈജിപ്തിലെ ആബിഡോസ് നഗരത്തിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്ന ചുവർ ചിത്രങ്ങൾ. പുരാതന ഈജിപ്തിൽ നൈൽ നദീതീരത്തായി നിലനിന്നിരുന്ന ഒരു നഗരമായിരുന്നു ആബിഡോസ്. അന്നത്തെ ഈ നഗരത്തിന്റെ ചരിത്ര പ്രാധാന്യത്താൽ തന്നെ അവിടം ഇന്ന് പുരാവസ്തു ഗവേഷകരുടെ ഇഷ്ടയിടമാണ്. പ്രാചീന ഈജിപ്ഷ്യൻ വിശ്വാസപ്രകാരം റാദേവന്റെ പുത്രനും പാതാളത്തിന്റെ അധിപനുമായ ഓസിരിസ് എന്ന ദേവനെ ആരാധിക്കുന്ന നിരവധി പേർ ഈ നഗരത്തിൽ ഉണ്ടായിരുന്നു. ഈജിപ്തിലെ ആദ്യത്തെ ഫറവോ ഓസിരിസ് ആണെന്നാണ് കരുതപ്പെടുന്നത്. ഇത്തരത്തിൽ പൗരാണിക ഈജിപ്തിലെ തന്നെ വിശുദ്ധ നഗരമായി കരുതപ്പെടുന്ന ആബിഡോസിൽ 19ാമത്തെ സാമ്രാജ്യത്തിലെ ഫറവോയായിരുന്ന സേറ്റി ഒന്നാമൻ ഒരു ദേവാലയം നിർമ്മിക്കുകയുണ്ടായി. BC 1290-നും 1279-നും ഇടയിലാണ് ആ ദേവാലയത്തിന്റെ നിർമ്മാണം നടന്നതെന്നാണ് കരുതപ്പെടുന്നത്. പുരാവസ്തു ശാസ്ത്രപ്രകാരം ഒട്ടനേകം അപൂർവമായ പ്രത്യേകതകൾ ആ ദേവാലയത്തിനുണ്ടായിരുന്നു. വിവിധ കാലഘട്ടങ്ങളിലെ രാജാക്കന്മാരെ സംബന്ധിച്ച ലിഖിതങ്ങൾ, ഒസിരിയോൺ എന്ന പേരുള്ള കൂറ്റൻ കൽശില്പ ഘടന, ഒപ്പം അതിശയിപ്പിക്കുന്ന ചുവർ ചിത്രങ്ങൾ എന്നിവയെല്ലാം അതിൽ പ്രധാനപ്പെട്ടവയാണ്. അവിടുത്തെ കൗതുകജനകമായ ചുവർ ചിത്രങ്ങൾ ആബിഡോസ് കാർവാങ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ചിത്രങ്ങളിൽ ഇന്നത്തെ ഹെലികോപ്റ്ററിനോട് സാമ്യമുള്ള രൂപങ്ങൾ കാണാനാകും. അതിനാൽ തന്നെ ഈ ചുവർ ചിത്രങ്ങൾ ഹെലികോപ്റ്റർ ഹീറോഗ്ലിഫിക്സ് എന്നും അറിയപ്പെടുന്നു. ഹെലികോപ്റ്ററുകളെ കൂടാതെ വിമാനങ്ങൾ, അന്തർവാഹിനികൾ, അന്യഗ്രഹ പേടകങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം സമാനമായ ചിത്രങ്ങൾ ഈ ചുവർ ചിത്രങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 19ാം ഈജിപ്ഷ്യൻ സാമ്രാജ്യകാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേവാലയത്തോടനുബന്ധിച്ചുള്ള ചുവർ ചിത്രങ്ങളിൽ എങ്ങനെ ഇത്തരം അത്യാധുനിക സംവിധാനങ്ങളുടെ രൂപങ്ങൾ ഇടം നേടി എന്നത് സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. അതിശയത്തിൽ നിന്നും ഉയരുന്ന ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വിശദീകരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് പാലിംസെസ്റ്റ് തിയറി. ആ സിദ്ധാന്ത പ്രകാരം സേറ്റി ഒന്നാമന്റെ ഭരണകാലത്തെ ആബിഡാസിൽ സ്ഥാപിക്കപ്പെട്ട ചുവർ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ കാലശേഷം മകനായ റാംസസ് രണ്ടാമൻ ഫറവോയായപ്പോൾ ക്ഷേത്രത്തിലെ ചിത്രരൂപങ്ങൾ കൊത്തിയ ചുവരുകൾ മിനുസപ്പെടുത്തി വൃത്തിയാക്കി വീണ്ടും ചിത്രലിപികൾ കൊത്തിവെക്കപ്പെടുകയുണ്ടായി. അങ്ങനെ മിനുസപ്പെടുത്തി മായ്ക്കാൻ ശ്രമിച്ച ആദ്യ ചുവർ ചിത്രങ്ങൾ പലതും പൂർണ്ണമായും മാഞ്ഞില്ല. അതിനു മുകളിലായി ഒരേ പ്രതലത്തിൽ ഒന്നിലേറെ തവണ ആലേഖനം ചെയ്യുന്ന പാലിംസെസ്റ്റ് രീതിയെ തുടർന്നാണ് അവ ഹെലികോപ്റ്ററിന്റെയും വിമാനങ്ങളുടെയും മറ്റും രൂപങ്ങളാണെന്ന് തോന്നൽ കാണുന്നവർക്കുണ്ടാകുന്നതെന്നാണ് പാലിംസെസ്റ്റ് തിയറി പ്രസ്താവിക്കുന്നത്. എന്നാൽ ഈ സിദ്ധാന്തം പൂർണ്ണമായും മുഖവിലക്കെടുക്കാൻ കഴിയില്ല. കാരണം ഇടക്കാലത്ത് ഈജിപ്തിൽ തന്നെയുള്ള കർണാക്കിലെ ഒരു ദേവാലയത്തിലും ഇത്തരം ചുവർ ചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതോടെ ഹെലികോപ്റ്റർ ഹീറോഗ്ലിഫിക്സ് എന്ന ചുവർ ചിത്രങ്ങളെ സംബന്ധിച്ച നിഗൂഢത വീണ്ടും ചരിത്രകാരന്മാരെ വലയ്ക്കുകയാണ്. പാലിംസെസ്റ്റ് തിയറി പറയുന്ന പ്രകാരം തുടരെ ഒരേ പ്രതലത്തിൽ ഒന്നിലേറെ തവണ ചുവർ ചിത്രങ്ങൾ കോറിയിടുമ്പോൾ ആകസ്മികമായാണ് നൂതന ഹെലികോപ്റ്ററുകളുടെയും വിമാനങ്ങളുടെയും അന്തർവാഹിനികളുടെയും എല്ലാം ചിത്രങ്ങൾ രൂപം കൊണ്ടതെങ്കിൽ കർണാക്കിൽ നിന്നും കണ്ടെടുത്ത ചുവർ ചിത്രങ്ങളിൽ എങ്ങനെ സമാന രൂപങ്ങൾ വന്നു ചേർന്നു എന്ന ചോദ്യത്തിനാണ് ഉത്തരമില്ലാത്തത്. അതിനാൽ തന്നെ ഈ ചുവർ ചിത്രങ്ങൾക്കിടയിലെ യഥാർത്ഥ വസ്തുതകൾ ഇന്നും അജ്ഞാതമായി തുടരുകയാണ്. കാലത്തിനു മുൻപേ സഞ്ചരിച്ച ആ ചുവർ ചിത്രങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് ലോകം കൈവരിച്ച നേട്ടങ്ങളുടെ പ്രവചനമായിരുന്നോ എന്നതും ഒരു സംശയമാണ്. എന്തായാലും ഈ ചിത്രത്തിന്റെ ചുരുളഴിയ കഥകൾ പുറത്തു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളിലാണ് ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും. വാർത്തയുടെ നിറം തേടി തനിനിറം.